പെൻ ഫ്രീ ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഇന്നത്തെ ഒരു ചെറിയൊരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം. പവൻ പർച്ചേസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കുക. പവൻ പർച്ചേസ്ഡ് ഷർട്ട് ഹൂസ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഇത്രയും രൂപ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ച് അത് പെൻ ഫ്രീ ആയിട്ട് പേന എടുക്കാതെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇത്രയാണ്. ഓഫർ ഡിസ്കൗണ്ട്, ഓഫർ ഡിസ്കൗണ്ട് ഓൺ ഷർട്ട് 8% ആണ്. ഹൗ മച്ച് എമൗണ്ട് പവൻ നീഡ് ടു പേ. അപ്പോൾ 8% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിൻ്റെ 92% ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഈ 22,000 92 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ 2 ഗുണം 2 92-ന് 2ഉം 22-ന് 2ഉം 2 ഗുണം 2 4 ആയിരിക്കും നമ്മുടെ നോൺ സീറോ ഡിജിറ്റ്. അങ്ങനെ അവസാനം 4 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 2 ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സൺ പർച്ചേസ്ഡ് റെഫ്രിജറേറ്റർ ഇത്രയും രൂപ. ആഫ്റ്റർ 2 ഇയേഴ്സ് 2,500 രൂപ എന്ത് ചെയ്തു, റിപ്പയറിന് ചിലവാക്കി. ഇപ്പോൾ ടോട്ടൽ ചിലവായത് 20,500 രൂപ. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 12,300. അപ്പോൾ എത്രയാണ് നഷ്ടം വന്നത്? 12,300 700 രൂപ കൂട്ടുമ്പോൾ 13,000, പിന്നെ 7,000 കൂടെ ആകുമ്പോൾ 20,000, പിന്നെ 500, അതായത് 7,200 500ഉം 8,200 രൂപയാണ് നഷ്ടം വരുന്നത്. അപ്പോൾ ഇയാൾക്ക് ടോട്ടൽ ആയത് എത്ര രൂപയാണ്? ഇതൊക്കെ മനസ്സിൽ വരണം. 20,500, 20,000-ൻ്റെ 10% എത്രയാണ്? 20,500-ൻ്റെ 10% ഒരു 0 മാറ്റി കഴിഞ്ഞാൽ 2,050 ആണ്. 2,050 × 4 നമ്മുടെ 8,200 എന്ന് പറയുന്നത്. അതായത് 2,050 × 4 എന്ന് പറയുമ്പോൾ 40% നഷ്ടം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. അടുത്തത്, A sold a cycle to B at a profit of 20%. B sold the cycle to C at a profit of 30%. C pays ഇത്രയും രൂപയാണെങ്കിൽ ഹൗ മച്ച് A bought for the cycle. അപ്പോൾ സിക്ക് 468 ആയെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. പ്രോഫിറ്റ് ഓഫ് 30% എന്ത് ചെയ്തത്? സിക്ക് 468-ന് വിൽക്കേണ്ടി വന്നത്. അതായത് ബിയുടെ വാല്യൂ പ്രോഫിറ്റ് ഓഫ് 30% പറഞ്ഞാൽ 3/10 ആണ്. അപ്പോൾ 10 ആണ് ബിയുടെ കോസ്റ്റ് എങ്കിൽ സിക്ക് വിറ്റത് 13 ആണ്. അപ്പോൾ 13-ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 468. അപ്പോൾ 10-ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 13-ൻ്റെ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 468/13 ചെയ്യുമ്പോൾ നമുക്ക് 1-ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 13 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 39 78-നകത്ത് 6 വട്ടം, അപ്പം 36 ആണ്. അപ്പോൾ 10-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10 ആണ് ബിയുടെ കോസ്റ്റ് പ്രൈസ്. 10-ൻ്റെ വാല്യൂ 360. അപ്പോൾ ബിക്ക് 360 രൂപയ്ക്കാണ് എന്ത് ചെയ്തത് കിട്ടിയത്. അപ്പം ബിക്ക് എ വിറ്റത് എത്ര ശതമാനത്തിലാണ്? പ്രോഫിറ്റ് ഓഫ് 20%. അതായത് 5 ആണെങ്കിൽ 6-നാണ് വിറ്റത്. അപ്പോൾ 6-ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 360. 6 360 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. നമുക്ക് എന്ത് വേണം? 5 വേണം. 5 എന്ന് പറഞ്ഞാൽ 5 × 60 300. അടുത്ത പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പിയും ക്യൂവും ആറും പാർട്ട്നേഴ്സാണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പി ഇൻവെസ്റ്റ് 1/5 ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യൂ ഇൻവെസ്റ്റ് 1/4 ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പി ക്യു ആർ ആൻഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ 1/5 1/4 കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ 20 ആണെങ്കിൽ അതിൻ്റെ 1/5 4 പാർട്ടാണ് പി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ 1/4 5 പാർട്ടാണ് ക്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 5 വരുന്ന ഓപ്ഷൻ 2 ഉണ്ട്. ഇനി ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ 20-നകത്ത് 4 5 9 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 11 ഉണ്ട്. അപ്പോൾ 4:5:11 ഓപ്ഷൻ 2. ഇത് എന്ത് ചെയ്തു? പേന എടുക്കാൻ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് സം ആപ്പിൾ സോൾഡ് ഫോർ 15 പെർ ആപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് 11 പെർ ആപ്പിൾ ഈസ് 800. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫറൻസ് എത്ര വന്നേ? 15 പെർ ആപ്പിളും 11 പെർ ആപ്പിളും. അതായത് ഒരാപ്പിളിന് 4 രൂപയുടെ വ്യത്യാസം വന്നപ്പോൾ ടോട്ടൽ വ്യത്യാസം എത്ര ഉണ്ടായി? 800 രൂപയുടെ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ഒരാപ്പിളിന് 4 രൂപ പെർ ആപ്പിൾ ചേഞ്ച് വന്നപ്പോഴാണ് നമുക്ക് 800 വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ടോട്ടൽ ആപ്പിളിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര? 800/4 രൂപ പെർ ആപ്പിൾ. അതായത് 800/4 200 ആപ്പിൾ ഉണ്ടായി. അപ്പം ഈ ഒരാപ്പിളിന് 4 രൂപ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ 800-ൻ്റെ വ്യത്യാസം ഉണ്ടായാൽ എത്ര ആപ്പിൾ ഉണ്ടായിരിക്കും? 200 ആപ്പിൾ ഉണ്ടായിരിക്കും. അങ്ങനെ 200 ആപ്പിൾ 4 രൂപ വെച്ച് ചേഞ്ച് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് ടോട്ടൽ എന്ത് വന്നത്? 800-ൻ്റെ ചേഞ്ച് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആപ്പിൾസിൻ്റെ എണ്ണം 200 കിട്ടി. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് ഓൾ ദ ആപ്പിൾ 1800 ആണ്. അപ്പോൾ 200 ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് 1800 ആണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1800/200 9 രൂപയാണ്. 9 രൂപയാണ് ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ആപ്പിൾസ് വേണം. പ്രോഫിറ്റ് എത്രയാണ്? 10%. അതായത് 9 രൂപ ആണ് ആ ഒരു ആപ്പിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിന് 10% കിട്ടുമ്പോൾ 9-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 0.9 ആണ്. അതായത് 9.9 വേണം ഒരു ആപ്പിളിന് 20%-ന് വിൽക്കാൻ. അങ്ങനെ 20 ആപ്പിൾ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചത് 9.9 × 20, അതായത് 99 × 2 198. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്തു. 5 ക്വസ്റ്റ്യനും എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തുള്ള ചെറിയ അപ്പോൾ ഇതിന് ഈ ഒരു സീരീസിന് എന്ത് പേരിടണമെന്ന് അറിയില്ല. ഇതേപോലെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി ഒരു 2 3 ക്ലാസ്സുകൾ എനിക്ക് പറ്റുന്നത്രയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പേന എടുക്കാതെ തന്നെ ചെയ്തിരിക്കും. അപ്പോൾ ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പേന എടുക്കാതെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ആവറേജ് ലെവലിൽ നിൽക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പേന എടുക്കാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ബാക്കിയുള്ള എത്ര പേര് ഇങ്ങനെ പേന എടുക്കാതെ ചെയ്യും എന്നും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ബാക്കി ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലാസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയുക. ഓക്കെ, താങ്ക് യു.